ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് കേരള PSC ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി എന്ന എക്സാമിൻ്റെ ക്ലാസ്സും റിലേറ്റഡ് MCQസും ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സിലബസിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക് മെഷർമെൻറ്റ് സിസ്റ്റമാണ്. അതിലെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബിഗിനറിനും അതുപോലെ തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരാൾക്ക് റിവൈസ് ചെയ്യാനും വളരെ യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെയുള്ള രീതിയിലാണ് വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടോപ്പിക് നോക്കാം. നോക്കിക്കേ, എന്താണ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് ആദ്യം ഒന്ന് പറയാം. A measuring instrument is a device used to determine the magnitude of a physical quantity such as current, voltage, resistance, etc. അതായത് ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ അളവ് എത്രയെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അളക്കാൻ സാധിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. സിമ്പിളായിട്ടുള്ള ഒരു ഡെഫിനിഷൻ. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ എങ്ങനെയാണ് ആ മെഷർമെൻറ്റ് എടുക്കുന്നത് എന്ന് ബേസ് ചെയ്തിട്ട് ഈ മെഷറിംഗ് ഇൻസ്ട്രുമെൻസിനെ രണ്ടായിട്ട്, മെയിൻലി 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റും രണ്ടെന്ന് പറയുന്നത് നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റും ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് എന്ന് നോക്കാം. നോക്കിക്കേ, മെഷർമെൻറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ദ ഡിഫ്ലക്ഷൻ ഓഫ് എ പോയിൻറ്റർ ഓൺ എ കാലിബ്രേറ്റഡ് സ്കെയിൽ. അതായത് ഒരു കാലിബ്രേറ്റഡ് സ്കെയിലിൽ ഒരു പോയിൻറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ്റെ ബേസിസിലാണ് ഈ ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കേ, ദ ക്വാണ്ടിറ്റി ബീയിങ് മെഷേർഡ് ഡയറക്ട്ലി പ്രൊഡ്യൂസസ് ദ ഡിഫ്ലക്ഷൻ. എന്താണ് നമ്മുടെ ഈ ക്വാണ്ടിറ്റി, അതായത് നമ്മൾ അളക്കുന്ന ആ ക്വാണ്ടിറ്റി ഡയറക്റ്റായിട്ട് നമുക്ക് ആ ഡിഫ്ലക്ഷൻ്റെ ബേസിസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരുപാട് ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ ഒരുപാട് വാല്യൂസ് കാണും. അപ്പോൾ ഈ ക്വാണ്ടിറ്റി അനുസരിച്ച് ആ പോയിൻറ്റർ അങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്ത് പോകും. നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബൈക്കിലേക്ക് സ്പീഡോമീറ്റർ ഉണ്ടല്ലേ, സ്പീഡ് കൂടുന്നതനുസരിച്ച് ആ പോയിൻറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യും അല്ലേ. അതായത് എത്രത്തോളം ആ ക്വാണ്ടിറ്റി ഉണ്ടോ, എത്രത്തോളം സ്പീഡ് നമ്മൾ റൈസ് ചെയ്യുന്നു അത്രത്തോളം അത് ഡിഫ്ലക്റ്റ് ചെയ്യും. അത് തന്നെയാണ് ഈ ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ക്യുക്ക് മെഷർമെൻ്റ് ആണ്. പിന്നെ ലോവർ ആക്യുറസി കമ്പയർ ടു നൾ ടൈപ്പ്. നൾ ടൈപ്പ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫ്ലക്ഷൻ ടൈപ്പിന് ആക്യുറസി കുറവാണ്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്, മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്. അതൊക്കെ ഡിഫ്ലക്ഷൻ ടൈപ്പിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അനുസരിച്ച് ഔട്ട്പുട്ടും കൂടും അല്ലേ. ഇൻപുട്ട് കുറവാണെങ്കിൽ ഔട്ട്പുട്ടും കുറവായിരിക്കും. അതായത് ഔട്ട്പുട്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട്. യൂസ്ഡ് ഫോർ റുട്ടീൻ മെഷർമെൻറ്റ്സ്. എന്താണ് നമ്മുടെ ഡെയിലി റുട്ടീൻ മെഷർമെൻറ്റ്സിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. കണ്ടിന്യൂസ് പവർ കൺസപ്ഷൻ. അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് പവർ കണ്ടിന്യൂസ് ആയിട്ട് കൺസപ്ഷൻ നടത്തും. അതായത് പവർ ആവശ്യമാണ്, കണ്ടിന്യൂസ്ലി അതിന് പവർ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഡിഫ്ലക്ഷൻ ടൈപ്പ് കഴിഞ്ഞു. ഇനി അടുത്തത് നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. എന്താണ് നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്? മെഷർമെൻറ്റ് ഈസ് ഒബ്റ്റൈൻഡ് വെൻ ദ ഡിഫ്ലക്ഷൻ ബിക്കം 0, ദാറ്റ് ഈസ് നൾ കണ്ടീഷൻ. അതായത് നമുക്ക് ഈ നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ മെഷർമെൻറ്റ് എപ്പോഴാണ് കിട്ടുന്നത്? ഡിഫ്ലക്ഷൻ 0 ആയിരിക്കുമ്പോൾ. അതായത് ഒരു ഡിഫ്ലക്ഷൻ കാണിക്കാതെ 0-ലെത്തുമ്പോഴാണ്, അതായത് ആ ഡിഫ്ലക്ഷൻ നമ്മൾ ആ പോയിൻറ്ററിനെ 0-ലെത്തിക്കുമ്പോഴാണ് നമുക്ക് നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ റീഡിങ് കിട്ടുക. നോക്കിക്കേ, അൺനോൺ ക്വാണ്ടിറ്റി ഈസ് ബാലൻസ്ഡ് എഗെയിൻസ്റ്റ് എ നോൺ സ്റ്റാൻഡേർഡ് വാല്യൂ. അതായത് ഒരു നോൺ ആയിട്ടുള്ള നമുക്ക് അറിയാവുന്ന ഒരു വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് കിട്ടും മെഷർമെൻറ്റ്. അതായത് ഒരു നോൺ ക്വാണ്ടിറ്റി വേഴ്സസ് ആൻ അൺനോൺ ക്വാണ്ടിറ്റി. അതായത് നമ്മൾ പണ്ട് കടയിലൊക്കെ പോകുമ്പോൾ വെയ്റ്റ് ബാലൻസ് അറിയില്ലേ, നമുക്ക് ഒരു 500 ഗ്രാമിൻ്റെ പഞ്ചസാരയാണ് വേണമെങ്കിൽ അവരെന്ത് ചെയ്യും, ഒരു 500 ഗ്രാമിൻ്റെ ആ വെയിറ്റ് എടുത്ത് ഒരു സൈഡിൽ വയ്ക്കും, എന്നിട്ട് അപ്പുറത്ത് പഞ്ചസാര ഇട്ടുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ രണ്ടും ഈക്വലായിട്ട് വരുമ്പോൾ നമ്മുടെ ബാലൻസ് നൾ ഡിഫ്ലക്ഷൻ കാണിക്കും അല്ലേ, 0-ൽ വന്ന് ബാലൻസ് ചെയ്ത് നിൽക്കും. അത് തന്നെയാണ്, സിമ്പിളായിട്ട് അങ്ങനെ പറയാം.
അപ്പോൾ അൺനോൺ ക്വാണ്ടിറ്റീസ് ബാലൻസ്ഡ് അഗെയിൻസ്റ്റ് എ നോൺ സ്റ്റാൻഡേർഡ് വാല്യൂ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെരി ഹൈ ആക്യുറസിയാണ്. നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻസിനാണ് ആക്യുറസി കൂടുതൽ. മെഷർമെൻറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്. അത് നമുക്ക് ചിന്തിക്കാം അല്ലേ. മെഷർമെൻറ്റ് എന്താണ്, കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. നമ്മൾ പറഞ്ഞു ഡിഫ്ലക്ഷൻ ടൈമിൽ എന്താണ്, ക്വിക്ക് മെഷർമെൻ്റ് ആണ്. പക്ഷേ നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻസിൽ ടൈം കൺസ്യൂമിങ് ആണ്. ഇനി എക്സാമ്പിൾസ് എന്ന് പറയുന്നത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, പൊട്ടൻഷ്യോമീറ്റർ, കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ് ഒക്കെ എന്തിന് എക്സാമ്പിളാണ്, നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻസിന് എക്സാമ്പിളാണ്. ഇനി നൾ ടൈപ്പിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സാണ് പറയുന്നത്. നോ ഡിഫ്ലക്ഷൻ അറ്റ് ബാലൻസ് കണ്ടീഷൻ അല്ലേ. അതായത് കണ്ടീഷൻ ബാലൻസ് ആകുമ്പോൾ രണ്ട് വശവും ഈക്വൽ ആയിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ നോണും അൺനോണും സെയിം ആയിട്ട് വരുമ്പോൾ എന്താണ്, നോ ഡിഫ്ലക്ഷൻ അല്ലേ. അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നില്ല. ഹൈ പ്രിസിഷൻ ആണ്. എന്താണ്, പ്രിസിഷൻ വളരെ കൂടുതലാണ് നൾ ടൈപ്പിൽ. യൂസ്ഡ് ഫോർ കാലിബ്രേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ്സ്. എന്താണ്, കാലിബ്രേഷനും സ്റ്റാൻഡേർഡ്സിനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇനി ഇത് രണ്ടിൻ്റെയും ഒരു കമ്പാരിസൺ ആണ് തന്നേക്കുന്നത്. നോക്കിക്കേ, ഡിഫ്ലക്ഷൻ ടൈപ്പിൻ്റെയും നൾ ടൈപ്പിൻ്റെയും ഒരു കമ്പാരിസൺ ടേബിളാണ് താഴെ തന്നേക്കുന്നത്. നോക്കിക്കേ, ഫസ്റ്റ് ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്, പിന്നെ ഡിഫ്ലക്ഷൻ, നൾ ടൈപ്പ്, അങ്ങനെ ഡിവൈഡ് ചെയ്ത് രണ്ട് ടേബിൾ. ആ ടേബിൾ ഒന്ന് നോക്കിക്കേ. പ്രിൻസിപ്പിൾ നോക്കിക്കേ. ഡിഫ്ലക്ഷൻ ടൈപ്പിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ പ്രൊപ്പോർഷണൽ ടു ക്വാണ്ടിറ്റി. എന്താണ്, ക്വാണ്ടിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ബേസ് ചെയ്ത് അല്ലെങ്കിൽ ക്വാണ്ടിറ്റിക്ക് പ്രപ്പോർഷണലാണ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞു, എന്താണ്, സ്പീഡ് കൂടുന്നതനുസരിച്ച് ആ ഡിഫ്ലക്ഷനും എന്ത് ചെയ്യും, കൂടും. അത്രയേ ഉള്ളൂ. ഇനി നൾ ടൈപ്പിൽ എന്താണ്, ബാലൻസ് ഓർ നൾ കണ്ടീഷൻ. ഇനി ആക്യുറസി ഡിഫ്ലക്ഷൻ ടൈപ്പിൽ എങ്ങനെയാണ്, മോഡറേറ്റ് ആണ്. നൾ ടൈപ്പിൽ വെരി ഹൈ. സ്പീഡ് എന്ന് പറയുന്നത്, ആ മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ടൈപ്പിൽ എന്താണെങ്കിൽ നമ്മൾ പറഞ്ഞു ക്വിക്ക് മെഷർമെൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് അവിടെ ഫാസ്റ്റ് ആണ്. നൾ ടൈപ്പിൽ എങ്ങനെയാണ്, സ്ലോ മെഷർമെൻ്റ് ആണ് അല്ലേ, ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ നൾ ടൈപ്പിൽ സ്പീഡ് എന്ന് പറയുന്നത് സ്ലോ ആണ്. ഇനി പവർ കൺസപ്ഷൻ എങ്ങനെയാണ്, ഡിഫ്ലക്ഷൻ ടൈപ്പിൽ കണ്ടിന്യൂസ് ആണ്. നൾ ടൈപ്പിൽ നിൽ അറ്റ് നൾ അല്ലേ. അതായത് നള്ളായിരിക്കുമ്പോൾ എന്താണ്, പവർ കൺസപ്ഷൻ ഇല്ല. ഇനി എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ടൈപ്പിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ അമ്മീറ്റർ ആണ്. നൾ ടൈപ്പിൻ്റെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജാണ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഞാൻ എല്ലാ ഓപ്ഷൻസും വായിക്കുന്നില്ല, കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ മാത്രമേ വായിക്കുന്നുള്ളൂ. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നോട്ട്ബുക്ക് എടുത്ത് ഈ നോട്ട്സൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പോവുക. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ റിവൈസ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ എല്ലാം പഠിച്ചിട്ട് നിങ്ങൾ തന്നെ സ്വയം ആൻസർ ചെയ്യാനോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. അപ്പോൾ നോക്കിക്കേ, ഇൻ എ നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് മെഷർമെൻറ്റ് ഈസ് ഒബ്റ്റൈൻഡ് വെൻ ഡാഷ്. എന്താണ്, ഒരു നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൽ എപ്പോഴാണ് മെഷർമെൻറ്റ് നമുക്ക് കിട്ടുക എന്നാണ് ചോദ്യം. ഉത്തരം എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ബിക്കം സീറോ എന്നാണ്. അതായത് ഡിഫ്ലക്ഷൻ സീറോ ആയിരിക്കുമ്പോഴാണ് ഒരു നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് കിട്ടുന്നത്. നോക്കിക്കേ, എക്സ്പ്ലനേഷൻ. ഇൻ നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് മെഷർമെൻറ്റ് ഈസ് മെയ്ഡ് അറ്റ് സീറോ ഡിഫ്ലക്ഷൻ ഇൻഡിക്കേറ്റിംഗ് ബാലൻസ് ബിറ്റ്വീൻ നോൺ ആൻഡ് അൺനോൺ ക്വാണ്ടിറ്റീസ്. എന്താണ്, ഒരു നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൽ മെഷർമെൻ്റ് എന്ന് പറയുന്നത് സീറോ ഡിഫ്ലക്ഷനിലാണ് നമുക്ക് കിട്ടുന്നത്. അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, നമുക്ക് അറിയാവുന്ന ആ നോൺ ആയിട്ടുള്ള ആ ക്വാണ്ടിറ്റിയും ആ അൺനോൺ ക്വാണ്ടിറ്റിയും എന്താണ്, ഈക്വലായി എന്നാണ് അത് സൂചിപ്പിക്കുന്നത്, ആ സീറോ ഡിഫ്ലക്ഷൻ സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ്. എന്താണ്, താഴെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിന് എക്സാമ്പിൾ എന്നാണ് ചോദ്യം. ഉത്തരം എന്ന് പറയുന്നത് അമ്മീറ്റർ ആണ്. ഇവിടെ ബാക്കിയെല്ലാം എന്തിന് എക്സാമ്പിളാണ്, നൾ ടൈപ്പിന് എക്സാമ്പിളാണ്. അമ്മീറ്റർ മാത്രമാണ് ഇവിടെ ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ എക്സാമ്പിൾ. നോക്കിക്കേ, ആൻ അമ്മീറ്റർ ഗീവ്സ് റീഡിംഗ് ബൈ പോയിൻ്റർ ഡിഫ്ലക്ഷൻ, ഹെൻസ് ഡിഫ്ലക്ഷൻ ടൈപ്പ്. ഒരു അമ്മീറ്റർ നമുക്ക് എങ്ങനെയാണ്, ആ പോയിൻ്ററിൻ്റെ ഡിഫ്ലക്ഷൻ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് റീഡിംഗ് തരുന്നത്. അതുകൊണ്ട് അമ്മീറ്റർ എന്ന് പറയുന്നത് ഒരു ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അടുത്ത ചോദ്യം, നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ പ്രിഫേർഡ് ഫോർ ഡാഷ്. എന്താണ്, നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്തിനു വേണ്ടിയിട്ടാണ് പ്രിഫർ ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഇവിടെ ആൻസറായിട്ട് വരുന്നത്
കാലിബ്രേഷൻ പർപ്പസസ് എന്നാണ്. അതായത് കാലിബ്രേഷന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് നൾ ടൈപ്പ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. നോക്കിക്കേ, നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് പ്രൊവൈഡ് വെരി ഹൈ ആക്യുറസി, സോ ദേ ആർ യൂസ്ഡ് ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് കാലിബ്രേഷൻ. എന്താണ്, നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സിനാണ് ഏറ്റവും കൂടുതൽ ആക്യുറസി ഉള്ളത്. അതുകൊണ്ട് അവയാണ് സ്റ്റാൻഡർഡൈസേഷനും കാലിബ്രേഷനും വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ബേസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ നൾ ടൈപ്പിൻ്റെ ആക്യുറസി കൂടുതലായതുകൊണ്ട് തന്നെ അത് കാലിബ്രേഷനും സ്റ്റാൻഡർഡൈസേഷനും ഉപയോഗിക്കുന്നു എന്നുള്ളത് ഓർത്തു വച്ചേക്കണം. അടുത്ത ചോദ്യം, വിച്ച് ഇൻസ്ട്രുമെൻറ്റ് കൺസ്യൂംസ് നോ പവർ അറ്റ് ബാലൻസ് കണ്ടീഷൻ? അതായത് താഴെ തന്നിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സിൽ ഏത് ഇൻസ്ട്രുമെൻ്റാണ് ബാലൻസ് കണ്ടീഷനിൽ പവർ കൺസപ്ഷൻ നടത്താത്തത് എന്നാണ് ചോദ്യം. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജാണ്. ഓപ്ഷൻ ഡി, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജാണ് ആൻസറായിട്ട് വരുന്നത്. കാരണം എന്താണ്, ഇവിടെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് മാത്രമാണ് നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് അല്ലേ. നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റാണ് ബാലൻസ് കണ്ടീഷനിൽ പവർ കൺസ്യൂം ചെയ്യാത്തത്. അപ്പോൾ ഇവിടുത്തെ എക്സ്പ്ലനേഷൻ നോക്കിക്കേ, അറ്റ് നൾ കണ്ടീഷൻ നോ കറണ്ട് ഫ്ലോസ്, ഹെൻസ് നോ പവർ കൺസപ്ഷൻ. അടുത്ത ചോദ്യം, എ നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് ആസ് കമ്പയർ ടു എ ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് ഹാസ് ഡാഷ്. എന്താണ്, ഒരു നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ഫീച്ചറാണ് ചോദിക്കുന്നത്. എന്താണ്, ഹയർ ആക്യുറസിയാണ് അല്ലേ. ഒരു നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിന് ആസ് കമ്പയർ ടു ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് ഹയർ ആക്യുറസിയാണ്, നമ്മൾ പറഞ്ഞ കാര്യമാണ്. നോക്കിക്കേ, null instruments are designed to balance the unknown quantity against a known standard at zero deflection, giving higher accuracy compared to deflection instruments. They are generally slower and can be more sensitive, but fastest response is not typical അല്ലേ. എന്താണ്, നമ്മുടെ നൾ ഇൻസ്ട്രുമെൻസിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഒരു നോൺ വാല്യൂവിനെ ഒരു അൺനോൺ വാല്യൂ ആയിട്ട് നമ്മൾ ബാലൻസ് ചെയ്യും അല്ലേ. രണ്ട് ഈക്വൽ ആയിട്ട് വരുമ്പോൾ നൾ ഡിഫ്ലക്ഷൻ കാണുന്നു. അപ്പോൾ എന്താണ്, ആക്യുറേറ്റ് ആണ്. ആക്യുറസിയുടെ മീനിങ് എന്താണ്, ഒരു ആ കറക്റ്റ് വാല്യൂ തന്നെ കിട്ടുക എന്നുള്ളതാണ് ആ ആക്യുറസി കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലേ. അതായത് നമുക്കറിയാം, ഒരു നോൺ വാല്യൂവും അൺനോൺ വാല്യൂവും വെച്ച് കമ്പയർ ചെയ്ത് ബാലൻസ് ആവുന്നതെന്ന് പറഞ്ഞാൽ രണ്ടും ഈക്വൽ ആവുക എന്നാണ് അർത്ഥം. അപ്പോൾ എന്താണ്, കറക്റ്റ് വാല്യൂ ആയിരിക്കും നമുക്ക് എവിടെ കിട്ടുക, നൾ ടൈപ്പിൽ കിട്ടുക. അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത ചോദ്യം, ഇൻ ടേംസ് ഓഫ് യൂസേജ് ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ഡാഷ്. എന്താണ്, യൂസേജിൻ്റെ കാര്യം, നമ്മൾ ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് എങ്ങനെയാണ്, മോർ കൺവീനിയൻറ്റ് ദാൻ നൾ ടൈപ്പ് അല്ലേ. നൾ ടൈപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ടുള്ളത്, നമുക്ക് കൂടുതൽ സൗകര്യപ്രദമായിട്ടുള്ളത് ഏതാണ്, ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. കാരണം എന്താണ്, ഡിഫ്ലക്ഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ഈസിയർ ടു യൂസ് ഫോർ ക്വിക്ക് റീഡിങ്സ് ആൻഡ് റൊട്ടീൻ മോണിറ്ററിംഗ് സിൻസ് ദേ ഡയറക്ട്ലി ഷോ എ സ്കെയിൽ ഡിഫ്ലക്ഷൻ അൺലൈക്ക് നൾ ഗാഡ്ജറ്റ്സ് വിച്ച് റിക്വയർ ബാലൻസിങ്. എന്താണ്, ഡിഫ്ലക്ഷൻ ടൈപ്പ് നമുക്ക് കൂടുതൽ ആക്യുറേറ്റ് ഒക്കെ നൾ ടൈപ്പ് ആണെങ്കിലും നമുക്ക് കൂടുതൽ സൗകര്യപ്രദം ഏതാണ് യൂസ് ചെയ്യാൻ, ഡിഫ്ലക്ഷൻ ടൈപ്പാണ്. കാരണം എന്താണ്, ഈസിയറാണ്, കുറച്ച് എളുപ്പമാണ് അല്ലേ, നമുക്ക് യൂസ് ചെയ്യാൻ വളരെ ഈസിയാണ്. മാത്രമല്ല ക്വിക്ക് റീഡിങ്സ് തരും. മറ്റേ നൾ ടൈപ്പ് എന്താണ്, ആക്യുറേറ്റ് ആണെങ്കിലും എന്താണ്, ടൈം കൺസ്യൂമിങ് ആണ്, ഡിഫിക്കൾട്ടാണ് അല്ലേ. അതാണ് വേറൊരു ഓർത്തു വച്ചേക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് ഡിഫ്ലക്ഷൻ ആൻഡ് നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ്. എന്താണ്, ഡിഫ്ലക്ഷൻ ആൻഡ് നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സിനെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതെന്നാണ് ചോദ്യം. ഇതിന് എനിക്ക് എല്ലാം വായിച്ചേ പറ്റുള്ളൂ, എന്നാലേ എനിക്ക് റോങ് ആണോ റൈറ്റ് ആണോ എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ മോർ ആക്യുറേറ്റ് ദാൻ നൾ ടൈപ്പ്. കേൾക്കുമ്പോൾ തന്നെ അറിയാം റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താണ്, നൾ ടൈപ്പാണ് മോർ ആക്യുറേറ്റ്, ഡിഫ്ലക്ഷൻ ടൈപ്പ് അല്ല. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ, ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് ക്യാൻ ബി ഹൈലി സെൻസിറ്റീവ് കമ്പയർഡ് ടു നൾ ടൈപ്പ്. എന്താണ്, നൾ ടൈപ്പ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫ്ലക്ഷൻ ടൈപ്പാണ് ഹൈലി സെൻസിറ്റീവ് എന്നാണ് പറയുന്നത്. അതും റോങ് ആണ് അല്ലേ. നൾ ടൈപ്പാണ് കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ളത്. ഇനി നോക്കിക്കേ, നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ മോർ സ്യൂട്ടബിൾ ഫോർ ഡൈനാമിക് മെഷർമെൻറ്റ്സ്. അതും തെറ്റാണ്. എന്താണ്, ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഡൈനാമിക് മെഷർമെൻറ്റ്സിന് കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ടും പ്രിഫറബിൾ ആയിട്ടും ഉള്ളത്. അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റ്സും എന്താണ്, റോങ് ആണ്. അപ്പോൾ 1, 2 and 3 റോങ് ആണ്.
അടുത്ത ചോദ്യം, പൊട്ടൻഷ്യോമീറ്റർ ഈസ് ബേസിക്കലി എ ഡാഷ് ഇൻസ്ട്രുമെൻ്റ്. എന്താണ് പൊട്ടൻഷ്യോമീറ്റർ? ഏത് തരം ഇൻസ്ട്രുമെൻറ്റിൻ്റെ എക്സാമ്പിൾ ആണെന്നാണ് ചോദ്യം. ഏതാണ്? നൾ ടൈപ്പ് ആണ് അല്ലേ. പൊട്ടൻഷ്യോമീറ്റർ ഡസ് നോട്ട് മെഷർ ബൈ പോയിൻ്റർ ഡിഫ്ലക്ഷൻ. ഇൻസ്റ്റഡ് ഇറ്റ് ബാലൻസസ് മെഷേർഡ് EMF അഗെയിൻസ്റ്റ് എ സ്റ്റാൻഡേർഡ് അണ്ടിൽ സീറോ കറണ്ട് ഫ്ലോ. സോ ഇറ്റ്സ് എ നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്. അടുത്ത ചോദ്യം, ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ജനറലി ഡാഷ്. എന്താണ് ഡിഫ്ലക്ഷൻ ടൈപ്സ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ജനറൽ ആയിട്ടുള്ള ഒരു ഫീച്ചർ ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ എന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് കറക്റ്റായിട്ട് വരുന്നത് ഇവിടെ ഫാസ്റ്റർ ഇൻ റെസ്പോൺസ് ആണ് അല്ലേ. നോക്കിക്കേ, ഡിഫ്ലക്ഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് റെസ്പോണ്ട് ഡയറക്ട്ലി ടു ചേഞ്ചിങ് ഇൻപുട്സ് ആൻഡ് ദെയർഫോർ യൂഷ്വലി പ്രൊവൈഡ് എ ഫാസ്റ്റ് റെസ്പോൺസ് ഐഡിയൽ ഫോർ ഡൈനാമിക് മെഷർമെൻറ്റ്സ്. ദേ ആർ നോട്ട് ഇൻഹെറൻ്റ്ലി ഹൈ ആക്യുറസി ഓർ എക്സ്ക്ലൂസീവ്ലി ഡിജിറ്റൽ. എന്താണ് ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് കൂടുതലും എന്താണ് ഫാസ്റ്റർ റെസ്പോൺസ് ആണല്ലേ. നമ്മൾ പറഞ്ഞു നമ്മുടെ സ്പീഡോമീറ്റർ എപ്പോഴും അത് മനസ്സിൽ വെച്ചാൽ മതി. അതാണ് നമ്മൾ ഡെയിലി കാണുന്നതല്ലേ. അപ്പോൾ സ്പീഡോമീറ്റർ എന്താണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഡിഫ്ലക്ഷനും കൂടും. ആ റീഡിങ്ങും എന്താണ് നമുക്ക് പെട്ടെന്ന് മാറ്റം വരുന്ന അല്ലെങ്കിൽ ഡൈനാമിക് ആയിട്ടുള്ള മെഷർമെൻറ്റ്സിനൊക്കെ കൂടുതൽ ആരാണ് ആപ്റ്റായിട്ടുള്ളത്? ഡിഫ്ലക്ഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഫാസ്റ്റർ ഇൻ റെസ്പോൺസ് ആണ് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ചോദ്യം, നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ മോർ സ്യൂട്ടബിൾ ഫോർ ഡാഷ്. എന്താണ് നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതിനാണ് കൂടുതൽ യൂസ്ഫുൾ എന്നാണ് ചോദ്യം. ഏതാണ്? കാലിബ്രേഷൻ ആൻഡ് ഹൈ പ്രിസിഷൻ വർക്ക്. എന്നാണ് കാലിബ്രേഷനും ഹൈ പ്രിസിഷൻ വർക്കിനും എന്താണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. നോക്കിക്കേ, നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ബാലൻസ് അൺനോൺ അഗെയിൻസ്റ്റ് എ നോൺ റെഫറൻസ് സ്റ്റാൻഡേർഡ് ആൻഡ് ആർ യൂസ്ഡ് ഫോർ പ്രിസൈസ് കാലിബ്രേഷൻ ടാസ്ക്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫീച്ചർ ഓഫ് ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഫീച്ചർ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദ്യം. കണ്ടിന്യൂസ് പവർ കൺസപ്ഷനാണ് ആൻസറായിട്ട് വരുന്നത്. അതും ഓർത്ത് വെച്ചേക്കണം. ഡിഫ്ലക്ഷൻ ടൈപ്പിൽ കണ്ടിന്യൂസ് പവർ കൺസപ്ഷനാണ് ഉള്ളത്. നോക്കിക്കേ, ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് പ്രൊഡ്യൂസ് എ റീഡിംഗ് ത്രൂ കണ്ടിന്യൂസ് പോയിൻ്റർ മൂവ്മെൻറ്റ് ആൻഡ് ദസ് കൺസ്യൂം പവർ ഡ്യൂറിങ് മെഷർമെൻറ്റ്. എന്താണ്? അതായത് ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് റീഡിങ് തരുന്നത് ആ പോയിൻ്ററിൻ്റെ കണ്ടിന്യൂസ് മൂവ്മെൻറ്റ് വെച്ചിട്ടാണ് നമുക്ക് എന്ത് തരുന്നത്? റീഡിങ് തരുന്നത്. അപ്പോൾ അവിടെ എന്താണ് പവറും കൺസ്യൂം ചെയ്യുന്നുണ്ട് ആ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട്. അതാണ് പറയുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ടിപ്പിക്കലി റിക്വയർസ് എ മോർ സെൻസിറ്റീവ് ഡിറ്റക്ടർ നിയർ ദ ബാലൻസ് പോയിൻ്റ്. അതായത് ബാലൻസ് പോയിൻറ്റിനടുത്ത് എന്താണ് ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഡിറ്റക്ടർ ആവശ്യമുള്ള ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? നൾ ടൈപ്പ് ആണല്ലേ. ബിക്കോസ് നൾ ഇൻസ്ട്രുമെൻറ്റ് ഓപ്പറേറ്റ് അറൗണ്ട് സീറോ ബാലൻസ് റീജിയൻ, വെരി സ്മോൾ ചേഞ്ചസ് മസ്റ്റ് ബി ഡിറ്റക്റ്റഡ് ആക്യുറേറ്റ്ലി റിക്വയറിങ് സെൻസിറ്റീവ് ഡിറ്റക്ടേഴ്സ്. എന്താണ്? ഒരു നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിനാണ് കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡിറ്റക്ടറിൻ്റെ ആവശ്യം വരുന്നത്. കാരണം എന്താണ്? ചെറിയ ചേഞ്ചസ് പോലും നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യണം. അപ്പോൾ അവിടെ എന്ത് വേണം? സെൻസിറ്റീവ് ഡിറ്റക്ടേഴ്സിൻ്റെ ആവശ്യം ആർക്കുണ്ട്? നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സിന് ഉണ്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ്, ഈ രണ്ട് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എക്സാമിന് നമ്മൾ ഓർത്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സാണ് തന്നിരിക്കുന്നത്. നൾ ടൈപ്പ് ആക്യുറസിയാണ്. നൾ ടൈപ്പ് എന്താണ്? വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ളതാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഡിഫ്ലക്ഷൻ ടൈപ്പ് എന്താണ്? സ്പീഡ് എപ്പോഴും കൂടുതൽ ആർക്കാണ്? ഡിഫ്ലക്ഷൻ ടൈപ്പാണ്. ക്വിക്ക് മെഷർമെൻ്റ് ആണ് ആര് തരുന്നത്? ഡിഫ്ലക്ഷൻ ടൈപ്പ് തരുന്നത്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ കൺവീനിയൻ്റ് ആണ് നമുക്ക് ഡെയിലി യൂസേജിന്. അതൊക്കെ ഓർത്ത് വെച്ചേക്കുക. പിന്നെ PSC ഓഫൺ ആസ്ക് മാച്ച് ദ ഫോളോയിങ്. എന്താണ്? ഇത് ബേസ് ചെയ്തിട്ട് മാച്ച് ദ ഫോളോയിങ് ചോദിക്കാറുണ്ട്. പിന്നെ എന്താണ്? 1 ലൈൻ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് ഒരു ക്വിക്ക് റിവിഷൻ ലൈനാണ് നോക്കാൻ പോകുന്നത്. അതായത് ഇതൊന്ന് മെമ്മറൈസ് ചെയ്ത് വെച്ചേക്കണം. അതായത് ഇതാണ് ഈ ഒരു ടോപ്പിക്കിൻ്റെ എസെൻസ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ഡിഫ്ലക്ഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് മെഷർ ബൈ പോയിൻ്റർ മൂവ്മെൻറ്റ്. എന്താണ്? ഡിഫ്ലക്ഷൻ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് പോയിൻ്റർ മൂവ്മെൻറ്റ് വെച്ചിട്ടാണ് നമുക്ക് മെഷർമെൻറ്റ് തരുന്നത്. അതേ സ്ഥാനത്ത് നൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് മെഷർ ബൈ ബാലൻസിങ് അഗെയിൻസ്റ്റ് എ നോൺ സ്റ്റാൻഡേർഡ്. അതായത് നൾ ടൈപ്പ് നമുക്ക് തരുന്നത് എന്താണ്? ഒരു നോൺ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ബാലൻസ് ചെയ്തുകൊണ്ടിട്ട്, അതായത് ഒരു അൺനോൺ ക്വാണ്ടിറ്റിയെ നോൺ ക്വാണ്ടിറ്റിയായിട്ട് എന്താണ് കമ്പയർ ചെയ്ത് അവരെ ബാലൻസ് ചെയ്താണ് നമുക്ക് റീഡിങ് ആര് തരുന്നത്? നൾ ഇൻസ്ട്രുമെൻറ്റ്സ് തരുന്നത്.
അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്